ഗൈസ് നമ്മളിപ്പോൾ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജക്കാമ ഫോറസ്റ്റ് വഴിയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഗൈഡാണെന്നെ കുറേ നേരമായിട്ട് കാണുന്നില്ലായിരുന്നു കേട്ടോ. പുള്ളി വേറെ കുറച്ച് ആൾക്കാരെ ഇത് ചെയ്യാൻ വേണ്ടി പോയേക്കായിരുന്നു, കൊണ്ടാക്കാൻ വേണ്ടി. ഇത് വേറെ റൂട്ടാട്ടോ, വേറെ റൂട്ടിൽ കൂടെ നമ്മൾ തിരിച്ചു പോവാം. നമ്മുടെ ഗൈഡ് വില്ലിച്ചാനും വഴി വെച്ച് കണ്ട ഈ വഴിപോക്കനോട് എന്തോ അങ്കാമി ഭാഷ പറയുന്നുണ്ട്. അപ്പോഴാണ് ഇതേ അമ്മിണി നടന്നു വരുന്നുണ്ട്. ഞാൻ തിരിച്ചു പോകുന്ന വേറെ റൂട്ടിൽ കൂടെയാണ് ജക്കാമ. ഇവിടെ ഇത് കണ്ടില്ലേ, വേ ടു സൂക്കു. നമ്മൾ അവിടെ നിന്നാണ് വരുന്നത്, വിസ്വേമ വഴി. ഇതാണ് സൂക്കു നമുക്ക്. ഈ വഴിയാണ് നമുക്ക് ജക്കാമയ്ക്ക് പോകുന്നത്. ഗൈസ് നമ്മൾ ജക്കാമ വഴിക്ക് പോകണം. ഫുൾ ഇറക്കം വന്നിട്ട് വീണ്ടും കയറ്റം. പണ്ടാറ് ഇത് മൊത്തം ഇനി കയറണമല്ലോ. ജക്കാമ വഴിയിലോട്ട് ഫുള്ള് സ്റ്റീപ്പ് ഇറക്കമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു വൻ കയറ്റമാണ് നമ്മൾ കയറി വരുന്നത് കേട്ടോ. ഭയങ്കര ടഫാട്ടോ. ഞാൻ ഫിസിക്കലി ഭയങ്കര ടയേർഡാണ്. എൻ്റെ സൗണ്ടൊക്കെ മൊത്തം പോയി. ഫുള്ള് കയറ്റം കേട്ടോ. നടന്നുകൊണ്ട് ഡാൻസൊക്കെ പോകുന്നുണ്ട്. എൻ്റെ ഊപ്പാണ് ഈ കയറ്റം കയറിയപ്പോൾ തന്നെ എനിക്ക് വയ്യാണ്ടേ. ഗൈസ് നമ്മൾ ജക്കാമയുടെ ഒരു പോയിന്റിലെത്തി. ല്ലേ ബെസ്റ്റ് വ്യൂസ് കംസ് ആഫ്റ്റർ ദ ഹാർഡസ്റ്റ് ലൈൻ. എൻ്റെ പൊന്നോ ഒടുക്കത്തെ ഹാർഡ്. സദൺ അങ്കാമി യൂത്ത് ഓർഗനൈസേഷൻ സായോ നമ്മുടെ ക്രോസിനോടെ കണ്ടില്ലേ. നമ്മുടെ ഫെലോ ട്രെക്കേഴ്സ് ഒക്കെ ഉണ്ട്. ഫൈനലി ഈ കണ്ട കയറ്റം എല്ലാം കയറി നമ്മൾ ഇറങ്ങാൻ പോവാണ്. നമ്മൾ ഈ കാട്ടിക്കൂടെയാണ് പോകുന്നത്. ജക്കാമ ഒരു കാടാണ്, അപ്പോൾ ആ വഴി നമുക്ക് പോവാം. ഇപ്പോഴേ ഒരു ആശ്വാസമായത്. എനിക്ക് ഫേവറേറ്റ് ഇറങ്ങുന്ന എനിക്ക് ഇത്ര ടാസ്ക് ആയിട്ട് തോന്നുന്നില്ല. കയറുന്ന ബ്രത്തൊന്നും കിട്ടാണ്ട് വൻ ടാസ്ക് ആട്ടോ. എന്തായാലും നമുക്ക് ഇറങ്ങാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമ്മുടെ കാട്. 8300 താഴോട്ട്. അപ്പോൾ നമുക്ക് കൊടുങ്കാട്ടിലൂടെ യാത്ര തുടങ്ങാം. മൊത്തം 8300 സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങാറുണ്ട്. എന്നാൽ നല്ല രീതിയിൽ കൽപ്പടകൾ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്, അതുകൊണ്ട് സീനൊന്നുമില്ല. അപ്പം നമുക്ക് നടക്കാം. പിന്നെ ഓരോ മരത്തിലും നമുക്കിങ്ങനെ ഓരോ സൈൻ ബോർഡുകൾ കാണാം കേട്ടോ, മോട്ടിവേഷൻ കോഡ്സ് ഒക്കെ. ബെസ്റ്റ് വ്യൂസ് കംസ് ഫ്രം ദി ഹാർഡർ ക്ലൈംസ്, ബി എ ട്രാവലർ നോട്ട് എ ടൂറിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊള്ളാം. എന്തായാലും നമുക്ക് യാത്ര മുമ്പോട്ട് തന്നെ തുടരാം. പറയൂ. ഇവിടെ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഒരു വഴിയാണ് ഈ വഴി. ഇവിടെ ആക്ച്വലി തെന്നി വിടാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. നമ്മൾ ഇതുവഴി കയറി വരുവായിരുന്നു, നമ്മൾ ഊപ്പാളി തോന്നുന്നത്. ഏതായാലും നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴിയാണ്, പക്ഷെ നല്ല രസമുള്ള ഒരു വഴിയാട്ടോ. ഒത്തിരി മരങ്ങളും ചെടികളും പൂക്കളും കായ്കളും ഇലകളും എല്ലാം ഉള്ള പ്രകൃതി സുന്ദരമായ ഒരു വഴിയാണ് ഈ വഴി. ആ വഴിയാണ് നമ്മൾ പോകുന്നത്. ഈ സത്യം പറഞ്ഞാല് ഗവൺമെന്റ് അപ്രൂവ്ഡ് റൂട്ടല്ല. ഗവൺമെന്റ് അപ്രൂവ്ഡ് മറ്റേ നമ്മൾ വന്ന വഴിയാണ്. അല്ല ഗവൺമെന്റ് അപ്രൂവ്ഡ് അല്ല. സംബന്ധിച്ച് ഇത് തിരിച്ചു കയറുമ്പോൾ നമ്മൾ തോറ്റന്. ഈ ഇറക്കം മൊത്തം കയറണം. ഒന്ന് ഓർത്ത് വയ്ക്കും. ഇവിടെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ബോർഡിൽ ഇങ്ങനെ ഓരോ എഴുതി വെച്ചിട്ടുണ്ട്, ഓരോ ഹൈക്കിങ്ങിനും ട്രക്കിങ്ങിനെ പറ്റിയുള്ള ഓരോ മഹാത്മവചനങ്ങൾ. അടുത്ത മഹാത്മവചനം ഇങ്ങനെ ഓരോ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഓരോ മഹാത്മവചനം വെച്ചിട്ടുണ്ട്. ലൈഫ് ഇസ് ടു ഷോർട്ട് ടു ബി സീരിയസ് ഓൾ ദ ടൈം. ഓക്കെ, ആൻസങ്കാർ പയ്യെ നടന്നു വരുന്നുണ്ട്. ബാക്കി ട്രക്കിംഗ് വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ. ഓക്കെ.